അടുത്തിരിക്കുന്ന 4 പേരെ നോക്കി നിങ്ങൾ ആത്മനിറവിൽ പറ, വിശുദ്ധിക്ക് വലിയ ശക്തിയുണ്ട്. നമ്മുടെ ആദ്യ ദിനത്തിൽ അഭിമന്യ പിതാവ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ അവിവാഹിതരായ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് താമസിക്കാമെന്നുള്ള നിയമം നമുക്ക് വരാൻ പോവുക. എന്തുമാതിരി നിങ്ങൾ ചിന്തിക്കണം. ഈശോ പറഞ്ഞ ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ ആ ഒരു കാലത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. അവിടെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധിയുടെ മഹത്വം മനസ്സിലാക്കി ദൈവജനമായ നമ്മൾ ഈ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷിക്കണം. നമ്മുടെ നിത്യരക്ഷയ്ക്ക് തടസ്സമായിട്ടുള്ള സകല അശുദ്ധികളെയും വിട്ടുപേക്ഷിക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടാകണം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫേസ്ബുക്ക് കർത്താവിനെ പരിശുദ്ധമാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ലാപ്ടോപ്പ് കർത്താവിനെ പരിശുദ്ധമാകണം. നിങ്ങളുടെ ഇന്റർനെറ്റ് കർത്താവിനെ പരിശുദ്ധമാകണം. നിങ്ങളുടെ മൊബൈൽ ഫോൺ കർത്താവിനെ പരിശുദ്ധമാകണം. നിങ്ങളുടെ ബന്ധങ്ങൾ കർത്താവിനെ പരിശുദ്ധമാകണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളും കർത്താവിനെ പരിശുദ്ധമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവസാനമായി നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനമെടുക്കണം. ഇന്ന് ഇതിനെതിരെയാണ് സാത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് ലോകത്തെ വഷളത്തരത്തിലോട്ട് നയിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളും അനേകരെ ഈ തിന്മയുടെ പിടിയിലാണ്. 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സുകാരുടെ ഒക്കെ പുസ്തകങ്ങൾ, ബാഗ് അധ്യാപകർ റെയ്ഡ് ചെയ്യുമ്പോൾ ലഞ്ച് ബോക്സിന്റെ കിട്ടുന്നത് ബ്ലൂ ഫിലിമിന്റെ സിഡികളാണ്. പിള്ളേർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നതിന് കാരണം ഈ കാലഘട്ടം അതുപോലെ അധപതിച്ചു പോയി. ഇവിടെയാണ് നമ്മൾ വിശുദ്ധിയുടെ ശക്തി തിരിച്ചറിയേണ്ടത്, വിശ്വാസത്തിന്റെ മഹത്വം തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും ഈ തലമുറയിലും ദൈവം ഒരുപാട് വ്യക്തികളെ ഇതുപോലെ വിശുദ്ധിയിൽ നിർത്തിയിട്ടുണ്ട്, വിശ്വാസത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അവസാനമായി, അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ വിധേയത്വമില്ലായ്മ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വലിയ തടസ്സമാണ്. നമ്മൾ വിധേയത്വമുള്ളവരാകണം. ദൈവജനം എന്ന നിലയിൽ നമ്മുടെ അധികാരികളാണ് ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും. മക്കളുടെ അധികാരികളാണ് മാതാപിതാക്കൾ. വിദ്യാർത്ഥികളുടെ അധികാരികളാണ് അധ്യാപകർ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അധികാരത്തിന് വിധേയപ്പെട്ടവരാണ്. പലപ്പോഴും ദൈവജനം എന്ന നിലയിൽ നമ്മുടെ അധികാരികളായ ബഹുമാനപ്പെട്ട വൈദികരോടും സമർപ്പിതരോടും, പ്രത്യേകിച്ച് വൈദികരോടൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റം, വാക്കുകൾ, ആദരവ് അത് വളരെ 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 സ്നേഹത്തിന്റെ ഒരു ഭാവമാകണം. ഇന്ന് അനേകം കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം അഭിഷിക്തന്മാരുടെ കണ്ണുനീരാണ്. ഇന്ന് പല ഇടവകകളുടെയും പല തകർച്ചകൾക്ക് കാരണം ബഹുമാനപ്പെട്ട വൈദികരുടെ കണ്ണുനീരാണ്. ഞാനൊരു അനുഭവം ഓർക്കുകയാണ്. വളരെ നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ വളരെ പ്രശസ്തമായ രൂപതയിൽ ഒരു ബൈബിൾ കൺവെൻഷന് വേണ്ടി പോയി. ഇതുപോലത്തെ ഒരു സായാഹ്ന ഈവനിംഗ് ബൈബിൾ കൺവെൻഷനാണ്. ആ കൺവെൻഷൻ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 3ാം ദിവസമാകുമ്പോഴേക്ക് ജനങ്ങൾ ഇങ്ങനെ ഷെയറിങ്ങിനായിട്ട് വരാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇടവകയിൽ 80% കുടുംബങ്ങൾ, ഏകദേശം 80% കുടുംബങ്ങളിലും മാനസിക രോഗികളാണ്. ഒന്നെങ്കിൽ അപ്പനെ, അല്ലെങ്കിൽ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾക്ക് മാനസിക രോഗങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾ വളരെ അപൂർവമാണ്. ഞാൻ അവിടുത്തെ വികാരിച്ചനോട് ചോദിച്ചു, അച്ഛാ എന്താണ് ഇത്രയും മാനസിക രോഗികൾ ഇവിടെ? അച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ ഇവിടെ വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. തന്റെ ഇടവകയെ ഒത്തിരി സ്നേഹിക്കുന്നൊരു ബഹുമാനപ്പെട്ട വൈദികനായിരുന്നു അച്ഛൻ. അച്ഛൻ പിറ്റേ ദിവസം ഇടവകയിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു അപ്പച്ചനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് അഭിഷിക്തന്മാരെ വേദനിപ്പിച്ച്, കണ്ണീര് കുടിപ്പിച്ച്, അവർക്കെതിരെ അപഖ്യാതികൾ പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് പലരെയും കയ്യേറ്റം ചെയ്ത് വളരെ 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 ക്രൂരതയോടുകൂടി പെരുമാറിയ ഒരുപാട് അനുഭവങ്ങൾ ആ ഇടവക സമൂഹത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്നോട് ഈ വിവരം പങ്കുവെച്ചു. ഞങ്ങൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് അച്ഛനും മറ്റും ബഹുമാനപ്പെട്ട വൈദികരും ടീം മുഴുവൻ പ്രാർത്ഥിച്ചു. കർത്താവ് വളരെ വ്യക്തമായി സംസാരിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സന്ദേശം കർത്താവ് തന്നു. ഞാൻ അച്ഛനോട് അത് ഷെയർ ചെയ്തു. അച്ഛാ,
അച്ഛന്റെ ഇടവക ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് പറയുന്നത് എന്തും ചെയ്യാൻ അച്ഛൻ തയ്യാറാണ്. അച്ഛൻ പറഞ്ഞു, എന്റെ പൊന്നുമോനെ, എന്റെ ജനം രക്ഷപ്പെടുവാൻ, എന്റെ ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഏത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ, ഈ കൺവെൻഷന്റെ സമാപന ദിവസം ദിവ്യകാരുണ്യ പ്രതിഷ്ഠ നമുക്ക് നടത്തണം. ആ പ്രതിഷ്ഠത്തിന്റെ സമാപനത്തിൽ ഇതുപോലെ ആയിരങ്ങളാണ് ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അച്ഛൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യത്തിനും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് അച്ഛന്റെ ഇടവക മക്കൾക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി കർത്താവിന്റെ മുൻപിൽ അച്ഛൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കണം. അച്ഛനത് പറ്റുമോ? അച്ഛൻ പറഞ്ഞു, മോനെ, എന്റെ ഇടവക ജനം അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ ഇതല്ല, ഇതിനപ്പുറം വേണമെങ്കിൽ ചെയ്യാം. കൺവെൻഷന് സമാപന ദിവസമായി ആയിരങ്ങൾ വന്നിരിക്കുകയാണ്. അതിന്റെ സമാപന സമയത്ത് ദിവ്യകാരുണ്യ പ്രതിഷ്ഠ നടക്കുകയാണ്. 10,000ങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൃപയായി ഒഴുകപ്പെടുകയാണ്. അനേകർ ആത്മാവിൽ നിറയാൻ തുടങ്ങി, അനേകർ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവശക്തിയുടെ വെളിപ്പെടൽ ആ ഗ്രൗണ്ട് മുഴുവൻ നിറയപ്പെടുകയാണ്. ഈ ദിവ്യകാരുണ്യ പ്രതിഷ്ഠയുടെ സമാപനത്തില് ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. അച്ഛൻ വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പൊട്ടി പൊട്ടി അച്ഛൻ ഈശോയെ, എന്റെ മക്കളോട് ക്ഷമിക്കണേ ക്ഷമിക്കണേ ഇവിടെ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ഗ്രൗണ്ടിൽ വലിയൊരു അനുതാപത്തിന്റെ അഭിഷേകമായിട്ട് മാറാൻ തുടങ്ങി. അച്ഛൻ ബാബിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ അനേകം വ്യക്തികളുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അവരും നിലവിളിക്കാൻ തുടങ്ങി, അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കൺവെൻഷൻ ഗ്രൗണ്ട് ഒരു വലിയ കൂട്ടക്കരച്ചിലായി. അനേകരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു. ആ ശുശ്രൂഷയ്ക്ക് ശേഷം ആ ദേശത്തിലെ വളരെ പ്രമാണിയായൊരു മനുഷ്യൻ ഓടി വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അച്ഛനിലൂടെ ഞങ്ങൾ ഇടവകയിൽ വന്ന ബഹുമാനപ്പെട്ട മുൻ വികാരി അച്ഛന്മാരെല്ലാം കാണുകയാണ്. ഒരുപാട് പലതും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ അച്ഛനോട് ചേർന്ന് അവരോടെല്ലാം മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അച്ഛന്റെ കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചു. ഇത് കണ്ട് ജനം മുഴുവൻ കരയുകയാ. അച്ഛൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വലിയൊരു അഭിഷേകം അവിടെ പകരപ്പെട്ടു. വർഷങ്ങളായി പിശാച് അനേകം ദൈവജനത്തെ ബന്ധിച്ചിട്ടിരുന്ന ബന്ധനത്തിന് കെട്ട് പരിശുദ്ധാത്മ പൊട്ടിച്ചു കളഞ്ഞു. ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. ഡിസംബർ മാസമായപ്പോൾ അച്ഛൻ വീടുകളെല്ലാം വിസിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോവുക. എനിക്ക് സ്നേഹത്തോടെ അച്ഛൻ വിളിച്ചു, എന്റെ പൊന്നുമോനെ, എന്റെ ഇടവക ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ ഞാൻ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പല മാനസിക രോഗികളും അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മെഡിസിൻ കഴിച്ചിട്ടല്ല, കുടുംബങ്ങളിൽ അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന് ജ്വലനങ്ങൾ ഉണ്ടാകുന്നു. വലിയ മാറ്റം ആ ഇടവക സമൂഹത്തിന് കർത്താവ് നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേത്രി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവം, മറിയക്കുട്ടി കൊലപാതക കേസ്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. സ്നേഹ ബഹുമാനപ്പെട്ട പാവം ബെനഡിക്റ്റ് അച്ഛനെ കൊലപാതകയായി വ്യഭിചാരിയായി ലോകം മുദ്രകുത്തി. എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം കർത്താവ് സത്യം പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്കറിയോ, മറിയക്കുട്ടിയെ കൊന്ന 2 വ്യക്തികളുണ്ട്. അവരത് സാക്ഷ്യപ്പെടുത്തിയ പത്രത്തിലും അവർക്ക് അതിൽ വന്ന വാർത്തകളാ. ഒരു തടിമിൽ ഉടമസ്ഥനും അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായിരുന്ന ഡോക്ടറും. ഈ തടിമിൽ ഉടമസ്ഥൻ അവിഹിത ബന്ധത്തിലൂടെയാണ് മറിയക്കുട്ടി ഗർഭിണിയായത്. അത് കളയാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അബോർഷൻ ചെയ്ത സമയത്ത് കൈവധത്തിൽ മറിയക്കുട്ടി മരിച്ചു. ബെനഡിക്റ്റ് അച്ഛനുമായി ഇവൾക്ക് ഒരു ബന്ധമുള്ളത് കൊണ്ട് അച്ഛന്റെ പേരിൽ ഈ പണവും സ്വാധീനം ഉപയോഗിച്ച് നേരെ വെളുക്കുമ്പോഴേക്കും നാട് മുഴുവൻ പ്രചരിച്ചു. ബെനഡിക്റ്റ് അച്ഛൻ മറിയക്കുട്ടിയെ കൊന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ഈ തടിമല ഉടമസ്ഥന്റെ ബിസിനസ് പൊളിഞ്ഞു. വീട്ടിൽ 2 മക്കൾക്ക് മുഴുവരാന്ത്, ഇദ്ദേഹത്തിന് അസ്വസ്ഥത. ഈ അബോർഷൻ ചെയ്ത ഡോക്ടർ പാരലൈസ്ഡ് ആയി പോയി. വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഡാഡിക്കൊരു കാര്യം പറയാനുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നടന്ന സംഭവം, അത് ബെനഡിക്റ്റ് അച്ഛനല്ല, നിങ്ങളുടെ ഡാഡിയും ഇന്ന വ്യക്തിയും ചേർന്നാണ് ചെയ്തത്. ഇത് പുറത്തു വന്ന കാര്യം. അത് ഇത് സംഭവിച്ചു. വലിയ അവിടെ അനുതാപം, അവിടെ വലിയ രീതിയിൽ കർത്താവ് പ്രവർത്തിച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾക്കറിയാം, അതിരമ്പുഴ പള്ളിയിലോട്ട് 100 കണക്കിന് മനുഷ്യരാണ് ബെനഡിക്റ്റ് അച്ഛന്റെ ആ കല്ലറയിലോട്ട് വന്ന് പ്രാർത്ഥിച്ച്, അച്ഛന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച്
ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് അച്ഛനൊരു രക്തസാക്ഷിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തിരുവചനം പഠിപ്പിക്കുന്നത് കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് ആർക്കാണ് നിർദോഷനായിരിക്കാൻ കഴിയുക? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അഭിഷിക്തരെ നമ്മൾ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അവർ നമ്മുടെ പിതാക്കന്മാരാണ്. കർത്താവിൻ ദൈവത്തിന്റെ പിതൃത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സമർപ്പിത അമ്മമാരെ നമ്മൾ കരുതണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ സ്നേഹിക്കണം. അധികാര സ്ഥാനത്തിരിക്കുന്ന വിധേയത്വമില്ലായ്മ, റിബലിയസ്, എതിർപ്പിന്റെ മറുതലിപ്പിന്റെ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തും. നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. ഈ തലങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് അനുതാപത്തോടെ നാളെ നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്താൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടി പറയാണ്. അർഹതപ്പെടാത്തതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ മുട്ടുസൂചി കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ നമ്മളത് എടുക്കരുത്. പ്രിയമുള്ളവർ, നമുക്ക് വേണ്ടത് കർത്താവ് തരും. നമ്മുടെ കുടുംബത്തിന് വേണ്ടത് കർത്താവ് തരും. നമ്മുടെ മക്കൾക്ക് വേണ്ടത് കർത്താവ് തരും. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത് കർത്താവ് തരും. വിശ്വസിച്ചോ, അത്ഭുതങ്ങളെ പൊട്ടിത്തെറി നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വർഷങ്ങൾക്ക് ബെന്നി സാർ നിങ്ങൾ കേട്ടിട്ടില്ല? ഷാലോമിന്റെ ചെയർമാൻ ബെന്നി സാർ കേട്ടിട്ടുണ്ടോ? ബെന്നി പുന്നത്തറ സാറ് ഒത്തിരി ഇഷ്ടപ്പെട്ട ശുശ്രൂഷകനാ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫെഡറൽ ബാങ്കിൽ ഇദ്ദേഹം ജോലിക്കാരനായിരുന്നു, ജീവനക്കാരനായിരുന്നു. ഈ ബാങ്ക് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോണ സമയത്ത് ഈ ബാങ്കിന്റേതായ ചില മുതലുകള്, സ്റ്റാപ്ലർ, ചില പിന്നുകൾ, ചില പേപ്പേഴ്സ് ഒക്കെ അവിടെ ഇവിടെയും കിടക്കുന്നത് കണ്ടു. ബാങ്കിന്റെ സ്റ്റാഫ് പലതും എടുത്തു. ബെന്നി സാറ് അന്ന് ഈ ബാങ്കിന്റെ സ്റ്റാഫാണ്. അദ്ദേഹം ഒരു സ്റ്റാപ്ലർ എടുത്ത് പോക്കറ്റിലിട്ട് ഇത്രയും ചെയ്തോളൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇദ്ദേഹം ഫുൾ ടൈമറായി. ഷാലോം ശുശ്രൂഷ ആരംഭിച്ചു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഷാലോമിന് ഒരു വളർച്ച വരുന്നില്ല. ഷാലോമിന്റെ ശുശ്രൂഷ ഒരു പുരോഗതി വരുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു, കർത്താവേ, നീ പറഞ്ഞിട്ട് ഞാൻ ഫുൾ ടൈമർ ആയത്, ജോലി ഉപേക്ഷിച്ച് ജോലി രാജിവെച്ച് പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നത് കർത്താവ് നീ പറഞ്ഞിട്ടാ. എന്നിട്ടും എന്തുകൊണ്ട് ഷാലോമിന് വളർച്ച വരുന്നില്ല? ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ബെന്നി 12 വർഷങ്ങൾക്ക് മുൻപ് നിന്റേതല്ലാത്ത ബാങ്കിന്റെ മുതലായ സ്റ്റാപ്ലർ നീ കൈവശപ്പെടുത്തിയതാണ് ഷാലോമിന്റെ ഈ മൊരടിപ്പിനു കാരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബെന്നി സാർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ എന്തോരം നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം. കർത്താവ് എന്താ പറഞ്ഞെന്നറിയൂ? ബെന്നി, ഷാലോം നിന്റെയല്ല, ഷാലോം എന്റെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെന്നി, ഷാലോം നിന്റെയല്ല, ഷാലോം എവരിതിങ് ബിലോങ്സ് ടു ദി ലോർഡ്. എല്ലാം ആരുടേതാണ്? കർത്താവിന്റേതാണ്. എല്ലാം ആരുടേതാണ്? കർത്താവിന്റേതാണ്. ഈ കൺവെൻഷൻ ആരുടേതാണ്? കർത്താവിന്റേതാണ്. കുടുംബം ആരുടേതാണ്? കർത്താവിന്റേതാണ്. കമ്മ്യൂണിറ്റി ആരുടേതാണ്? കർത്താവിന്റേതാണ്. സമ്പത്ത് ആരുടേതാണ്? കർത്താവിന്റേതാണ്. ഈ മക്കൾ ആരുടേതാണ്? കർത്താവിന്റേതാണ്. ആരോഗ്യം ആരുടേതാണ്? കർത്താവിന്റേതാണ്. നിന്റെ ബിസിനസ് ആരുടേതാണ്? കർത്താവിന്റേതാണ്. എല്ലാം കർത്താവിന്റേതാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? ഒരു സ്റ്റേഷനറി കടയിൽ പോയി ഒരു പുതിയ സ്റ്റാപ്ലർ വാങ്ങി ഇപ്പോഴത്തെ ബ്രാഞ്ച് മാനേജർ ചെന്ന് കണ്ട് സോറി പറഞ്ഞ് സ്റ്റാപ്ലർ തിരിച്ചേൽപ്പിക്കുക. ബെന്നി സാറ് പറഞ്ഞ, കർത്താവേ, ഇത്രയങ്ങ് വേണോ കർത്താവേ? കർത്താവ് പറഞ്ഞടാ പൊന്നു മോനെ, എളിമപ്പെടടാ, നീ താഴ്മയിലോട്ട് വാ, സ്വയം ചെറുതാക്. ഒരു സ്റ്റേഷൻ കടയിൽ ചെന്ന് സ്റ്റാപ്ലർ വാങ്ങി ബ്രാഞ്ച് മാനേജർ ചെന്ന് കണ്ട് സോറി പറഞ്ഞ് സ്റ്റാപ്ലർ തിരിച്ചേൽപ്പിച്ചു. ബെന്നി സാറ് പറയാ, അതിനുശേഷം അത്ഭുതകരമായി ഷാലോമിന്റെ ശുശ്രൂഷയിൽ വലിയ വളർച്ചയുണ്ടായി. ഇന്ന് ഷാലോം കേരള സഭയ്ക്ക് മാത്രമല്ല, ആഗോള സഭയ്ക്ക് തന്നെ ഒരു ബ്ലെസ്സിംഗ് ആക്കി കർത്താവ് ഉയർത്തി. ഷാലോമിനെ ഓർത്ത് ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം കേട്ടോ. അതുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്.